ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല മുരിഞ്ഞ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. കാണുമ്പോൾ ഇത് പരിപ്പുവടയായിട്ട് തോന്നും, പക്ഷേ ഇത് പരിപ്പുവട അല്ല കേട്ടോ. നമ്മൾ കറി വയ്ക്കുന്ന വെള്ള കടല ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ്. സാധാരണ പരിപ്പുവട റെഡിയാക്കും പോലെ തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത കടല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചത്, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് പെരുംജീരകം, പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിതിൽ പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പത്തിൻ്റെ പൊടിയാണെങ്കിൽ ഇടാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ പരിപ്പുവടയുടെ ഷേപ്പിന് റെഡിയാക്കിയിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിരിച്ചു മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ വടയാണ് കേട്ടോ. റെസിപ്പി ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസൊക്കെ അറിയിക്കുക. താങ്ക്